ഹലോ, അപ്പം വന്നിരിക്കുന്നത് 14 സിനിമകളുടെ OTT റിലീസ് ആയിട്ടാണ്. നിമിഷം ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ. ആദ്യത്തെ OTT അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയായ ധീരൻ എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. ഓഗസ്റ്റ് 22 മുതൽ നമ്മുടെ സൺ നെക്സ്റ്റ് വഴി സിനിമ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത OTT അപ്ഡേറ്റ് ഒരു മലയാള സിനിമേന്റെയാണ്. പെരുമേനി എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. വിനയ് ഫോർട്ട്, ലൂക്ക്മാൻ ഒക്കെ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച സിനിമയും കൂടിയാണ്. എന്തായാലും പടത്തിന്റെ OTT അവകാശങ്ങൾ സൈനാപ്ലേ ആണ്. ഓഗസ്റ്റ് 21 മുതലാണ് സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത്. അടുത്തൊരു തമിഴ് സിനിമേന്റെയാണ്. എന്തായാലും ഓഗസ്റ്റ് 22 മുതൽ തന്നെയാണ് ഈ സിനിമയും സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത്. അഹാ തമിഴ് എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമില്. പേരൻപും പെരുകോപവും എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം നമുക്ക് സിനിമയുടെ നല്ല അഭിപ്രായങ്ങൾക്കായിട്ട്. മറ്റൊരു തെലുങ്ക് സിനിമയാണ് ഹരി ഹര വീരമല്ലു എന്ന് പറഞ്ഞ സിനിമ. പവൻ കല്യാണൊക്കെയാണ് കേന്ദ്ര കഥാപാത്രം ഇവിടെ അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു തെലുങ്ക് സിനിമ ഇപ്പം നമ്മുടെ ആമസോൺ പ്രൈമിൽ തമിഴ്, മലയാളം, തെലുങ്ക് ഭാഷയിൽ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത OTT അപ്ഡേറ്റ് ഒരു ഹിന്ദി സിനിമേന്റെയാണ്. മാ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. അമ്മ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് മലയാളത്തില്. ഓഗസ്റ്റ് 22 മുതലാണ് സിനിമേന്റെ സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് വഴി. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നല്ല അഭിപ്രായങ്ങൾക്കായിട്ട് ഈ ഒരു സിനിമയ്ക്ക്. അടുത്തൊരു മലയാള സിനിമേന്റെയാണ്. താള് എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മലയാള സിനിമേന്റെ OTT അവകാശങ്ങൾ നമ്മുടെ ആമസോൺ പ്രൈം വീഡിയോ ആണ് മേടിച്ചിരിക്കുന്നത്. നിലവിലെ സിനിമ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പടം കണ്ടവരുണ്ടെങ്കിൽ പടത്തിന്റെ അഭിപ്രായം നമുക്ക് ചെയ്യപ്പെടുത്തുക. അടുത്ത OTT അപ്ഡേറ്റും ഒരു മലയാള സിനിമേന്റെയാണ്. ശാന്തമീ രാത്രിയിൽ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. നമ്മുടെ മനോരമ മാക്സ് ആണ് സിനിമേന്റെ OTT അവകാശങ്ങൾ മേടിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമ നമ്മുടെ മനോരമ മാക്സിൽ ഓഗസ്റ്റ് 22 മുതൽ സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത OTT അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കമ്മട്ടം എന്ന് പറഞ്ഞ ഒരു മലയാള സിനിമേന്റെയാണ്. ഇതൊരു വെബ് സീരീസ് ആയിട്ടായിരിക്കും പുറത്തിറങ്ങാൻ പോകുന്നത്. ഓഗസ്റ്റ് 29 മുതലായിരിക്കും ഈ ഒരു വെബ് സീരീസ് നമ്മുടെ ZEE5 എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഈ മലയാള വെബ് സീരീസിനായിട്ട്. അടുത്തൊരു മലയാള സിനിമേന്റെ തന്നെയാണ്, വെബ് സീരീസ് തന്നെയാണ്. 4.5 ഗാങ് എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്ന ഈ വെബ് സീരീസിന്. സോണി ലിവാണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ മേടിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 29 മുതലായിരിക്കും ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിക്കുന്നത്. മറ്റൊരു തമിഴ് സിനിമേന്റെയാണ്. ഗീവി എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. സൺ നെക്സ്റ്റ് വഴി ഈ വരുന്ന ഓഗസ്റ്റ് 27 ആയിരിക്കും ഗീവി എന്ന് പറഞ്ഞ തമിഴ് സിനിമ OTT റിലീസിന് പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ഈ ഒരു തമിഴ് സിനിമേന്റെ OTT റിലീസിനായിട്ട്. അടുത്തൊരു തമിഴ് സിനിമേന്റെയാണ്. ഹൗസ് മേറ്റ്സ് എന്നാണ് സിനിമ പേര് നൽകിയിരിക്കുന്നത്. ഒരു ഹൊറർ കോമഡി പടം എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഓഗസ്റ്റ് 29 പടം OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കാളി വെങ്കട്ടയ്ക്കാണ് കേന്ദ്ര കഥാപാത്രം അഭിനയിച്ചിരിക്കുന്നത്. ZEE5 സിനിമ ഓഗസ്റ്റ് 29 OTT റിലീസിന് പോകുന്നത്. അടുത്തത് ജൂനിയർ എന്ന് പറഞ്ഞൊരു തെലുങ്ക് സിനിമേന്റെയാണ്. പടത്തിന്റെ OTT അവകാശങ്ങൾ നമ്മുടെ ആമസോൺ പ്രൈം ആണ് മേടിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 29 സിനിമേന്റെ OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ജൂനിയർ എന്ന് പറഞ്ഞ സിനിമേന്റെ. അടുത്തൊരു ആനിമേറ്റഡ് സിനിമയാണ്. ഓൾമോസ്റ്റ് 200 കോടിന് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹൊമ്പാല ഫിലിംസ് ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മഹാ അവതാർ നരസിംഹ എന്നാണ് സിനിമ പേര് നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 12 നമ്മുടെ നെറ്റ്ഫ്ലിക്സിലായിരിക്കും പടം OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത OTT റിലീസ് നമ്മുടെ കൂലി എന്ന സിനിമേന്റെയാണ്. നിലവിൽ പ്രതീക്ഷിക്കുന്നത് OTT റിലീസ് തീയതി നമ്മുടെ സെപ്റ്റംബർ മാസമാണ് 12 ആമസോൺ പ്രൈം വീഡിയോയില്. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ലോകേഷ് കനകരാജിന്റെ കൂലി സിനിമ സെപ്റ്റംബർ മാസം 12 തന്നെ OTT റിലീസ് ചെയ്യുമോ ഇല്ലയോ എന്ന്. അടുത്ത റീസെന്റ് പുറത്തിറങ്ങിയ കമ്മിങ് സൂൺ സിനിമകളുടെ അപ്ഡേറ്റ് ആണ്. നിലവിൽ നമ്മുടെ കുടൽ എന്ന് പറഞ്ഞ സിനിമയുടെ OTT റിലീസ് ഉടൻ വരുന്നു എന്ന സിനിമ ടീം കൺഫേം ചെയ്തിരിക്കുകയാണ്. സൈനാപ്ലേ ആണ് പടത്തിന്റെ OTT അവകാശങ്ങൾ മേടിച്ചിരിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് സൈനാപ്ലേയിൽ പടത്തിന്റെ OTT റിലീസിനായിട്ട്. മറ്റൊരു കന്നഡ ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ് ഈ വർഷം പുറത്തിറങ്ങിയ സൂ ഫ്രം സോ എന്ന് പറഞ്ഞ സിനിമ. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് മേടിച്ചിരിക്കുന്നത്. എന്തായാലും ഇതൊരു ഹൊറർ കോമഡി സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ഈ പടത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി കൺഫർമേഷനായിട്ട് ജിയോ സ്റ്റാറിന്റെ ഭാഗത്തു നിന്ന്. നമ്മൾ നിവിൻ പോളിന്റെ ഭാഗത്ത് നിന്ന് ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് ഒരു വെബ് സീരീസ് വരുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാ വരാൻ പോവുകയാണ് ഫാമ എന്ന് പറഞ്ഞ വെബ് സീരീസ്. ഒരു കമ്മിങ് സൂൺ പോസ്റ്റർ ജിയോ സ്റ്റാർ പുറത്തുവിട്ടിരിക്കുകയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഇതിന്റെ റിലീസ് തീയതിക്കായിട്ട്. നമ്മുടെ ആസിഫ് അലിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് സർക്കിട്ട്. മനോരമ മാക്സ് സിനിമേന്റെ OTT അവകാശങ്ങൾ മേടിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ മാസമാണ് OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൂടുതൽ OTT സിനിമ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സിനിമ വാർത്തകൾക്ക് കാത്തിരിക്കുന്നത് ചെയ്യുക.